ഹലോ, ഞാൻ ഇന്ന് നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ഹവേലിയുടെ ഫ്രണ്ടിലാണ്. ഹവേലി എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഗെസ് ചെയ്ത് കാണുമല്ലോ. ദ ലാൻഡ് ഓഫ് കിങ്സ് എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അപ്പം ഞങ്ങൾ ജയ്പൂരിൽ വരാൻ ചെയ്ത പ്ലാൻസ്, പ്രിപ്പറേഷൻസ്, ഐറ്റിനറി ആൻഡ് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ രാജസ്ഥാനിലെ 4 മേജർ സിറ്റീസ് ആണ് ജയ്പൂർ, ജയ്സൽമേർ, ഉദയ്പൂർ ആൻഡ് ജോധ്പൂർ. പക്ഷേ ഇത് മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ ഒരു 2 weeks ടൈമെങ്കിലും വേണം. പക്ഷെ ഞങ്ങളിൽ 7 days ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ടൈറ്റ്ലി പാക്ഡ് ഷെഡ്യൂൾ ആക്കാതിരിക്കാൻ ഞങ്ങൾ ജയ്പൂർ മാത്രമാണ് സെലക്ട് ചെയ്തത്. 7 daysനാണ് ഞങ്ങൾ നിന്നത്. ജയ്പൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 1876 ഒരു പ്രിൻസ് ആൽബർട്ടിനെ വെൽക്കം ചെയ്യാനായിട്ട് അവർ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ പിങ്ക് ആയിട്ട് പെയിന്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജയ്പൂർ കാണണമെങ്കിൽ 2 full days എന്താണെങ്കിലും വേണം. ഞങ്ങളിപ്പം നിങ്ങൾക്ക് ടാക്സി അല്ലെങ്കിൽ ഓല, ഊബർ ഓർ റിക്ഷാസ് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾ ടാക്സിയാണ് എടുത്തത്. ഒരു 1000 rupees മോർണിംഗ് 9 to 5 വരെ നമ്മൾക്ക് കൂടെ നമ്മുടെ ടാക്സിക്കാരനുണ്ടാവും. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫോർട്ട്സ് ആണ് യൂഷ്വലി കവർ ചെയ്യുക. അത് ജയ്ഗഡ്, നാർഗഡ്, അമീർ ഫോർട്ട്സ്. അപ്പം ഞങ്ങളുടെ പ്ലാനും അത് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അമീർ ഫോർട്ടാണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്തത്. അമീർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. നല്ല മാഗ്നിഫിസന്റ് സ്ട്രക്ചേഴ്സും അവരുടെ മിറർ പാലസ് ഒക്കെയാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം വളരെ നാരോ ഓർ കൺജസ്റ്റഡ് റോഡ്സ് ആണ്. അപ്പം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 hour എടുത്തു പീക്ക് ടൈമിൽ അവിടെ എത്താനായിട്ട്. അപ്പം ഏർലി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരു ഗൈഡിന് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫിക്സ് റേറ്റ്സ് ആണ്, 400 rupees ആണ് ഒരു ഗൈഡിന്. അവർ ആ ഫോർട്ടിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ സിഗ്നിഫിക്കൻസും അവരുടെ രാജാക്കന്മാരെ കുറിച്ചുള്ള ഹിസ്റ്ററിയും എല്ലാം പറഞ്ഞ് അവിടുത്തെ പെയിന്റിങ്സ്, കൾച്ചർ എല്ലാത്തിനെ കുറിച്ചും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. പ്ലസ് നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുത്തും തരും. അപ്പോൾ എപ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഗൈഡിനെ എടുക്കാറ്. അപ്പോൾ അമീർ ഫോർട്ടിൽ ഓൾമോസ്റ്റ് 2 to 3 hours എടുക്കും. ഈ ജയ്ഗഡ്, അമീർ, നാർഗഡ് എല്ലാവരും യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് എല്ലാം ഒരുമിച്ച് കവർ ചെയ്യാനാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അമീർ ഫോർട്ട് കഴിഞ്ഞ് നേരെ ജൽമഹൽ കാണാൻ പോയി. ജൽമഹൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്തോട്ടൊന്നും എൻട്രി ഇല്ല. അത് രാജാവിന്റെ ഒരു റിക്രിയേഷണൽ സെന്റർ ആയിരുന്നു. നമുക്ക് വെറുതെ ദൂരെ നിന്ന് ഈ ലേക്കിന്റെ നടുക്കുള്ള ജൽമഹൽ കാണാം. പക്ഷെ അവിടെ തന്നെ കുറെ ക്യാമൽ സഫാരി ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അത്. പ്ലസ് നമുക്ക് രാജസ്ഥാനി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലവും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശേഷം ഞങ്ങൾ Day 1 എൻഡ് ചെയ്തു. അപ്പൊ Day 2 ഞങ്ങൾ സിറ്റിയിലെ മേജർ അട്രാക്ഷൻസ് കാണാനാണ് പ്ലാൻ ചെയ്തത്. അത് ഹവാമഹൽ, ജന്തർ മന്ദിർ, സിറ്റി പാലസ്. ഇതൊക്കെ ഒരു തൊട്ടടുത്തുള്ള വാക്കബിൾ ഡിസ്റ്റൻസേ ഇവർ തമ്മിലേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു ടാക്സി എടുത്തായിരുന്നു ഓൾറെഡി ഒരു 1000 രൂപയ്ക്ക് 9 to 5 പക്ഷെ അത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല. അതിനും ബെറ്റർ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു ഓട്ടോ, ഊബർ എന്തെങ്കിലും എടുക്കുന്നതാണ്. കാരണം ഒരു സ്ഥലത്ത് സിറ്റി പാലസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആദ്യം ഹവാമഹലിലാണ് പോയത്. ഇതിന്റെ ഒരു കാര്യം, ഹവാമഹലിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു കഫേ ഉണ്ട്. ആ കഫേയിൽ ഒരു 500 നമ്മളൊരു ചാർജ് നമ്മൾ എന്തായാലും പേ ചെയ്യണം. അതിന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷെ എന്താണെങ്കിലും പേ ചെയ്യണം. പക്ഷെ അവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ടു ഹവാമഹൽ ഉണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് അത്. നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം പറ്റുവാണെങ്കിൽ. അപ്പോൾ ഹവാമഹലിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെയും ഒരു ഗൈഡിനെ എടുത്തു. ഹവാമഹൽ പ്ലസ് ജന്തർ മന്തറിന് ഒരു 700 rupees ആയിരുന്നു ഈ ഗൈഡിന്റെ ഫീസ്. പക്ഷെ അതും എല്ലാം നമുക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്തത്. അപ്പൊ ഹവാമഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ക്വീൻസിനൊന്നും അവർക്കൊരു പർദ സിസ്റ്റം ആയിരുന്നു. അവരുടെ ഫേസ് ആരും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കിങ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാലസ് ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് എല്ലാ ഫെസ്റ്റിവൽസ് എല്ലാം കാണാനായിട്ട്. അപ്പം ഹണികോം സ്ട്രക്ചറാണ്. ഓൾമോസ്റ്റ് 953 വിൻഡോസ് ഉണ്ട്. അപ്പം അകത്തുനിന്ന് അവർക്കെല്ലാം പുറത്ത് നടക്കുന്നത് കാണാം. പുറത്തുനിന്ന് ആർക്കും ഇവരുടെ ഫേസ് കാണാൻ പറ്റില്ല. അപ്പം ഈ സ്ട്രക്ചറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നീട് ജന്തർ മന്ദറിലോട്ട് ഗൈഡിന്റെ കൂടെ തന്നെ പോയി. അടുത്തായിട്ട് ഞങ്ങൾ പോയത് ജന്തർ മന്ദറാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. സവായ് ജയ്സിംഗ് ആണ് ഈ ജയ്പൂരിന്റെ ഫൗണ്ടർ. ആൾ തന്നെയാണ് ജന്തർ മന്ദറും ക്രിയേറ്റ് ചെയ്തത്. അപ്പം അത് അസ്ട്രോളജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഉള്ളത്. വേൾഡ്സ് ലാർജസ്റ്റ് സ്റ്റോൺ സൺഡയലും ഇവിടെയാണുള്ളത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് എത്ര ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്തു. നമ്മുടെ ഗൈഡ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കാണിച്ചു തന്നു. അപ്പം പണ്ടത്തെ ആൾക്കാർ ടൈം നോക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമുക്ക് ഇവിടെ കാണാം. നല്ല ഇൻഫോർമേറ്റീവ് ഒരു ട്രിപ്പ് തന്നെയായിരുന്നു.
എന്നുള്ളത്. അപ്പോൾ ജന്തർ മന്ദർ കഴിഞ്ഞാൽ പിന്നുള്ളത് സിറ്റി പാലസ് ആണ്. ഈ ഇൻസ്റ്റഗ്രാം വേർതി ആയിട്ടുള്ള ബ്ലൂ റൂം, മിറർ റൂം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ അത് റോയൽ ഫാമിലി, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, റോയൽ ഫാമിലിയുടെ അടിയിലാണ്. അവരുടെ പ്രോഫിറ്റ്സ് ഒക്കെ അവർക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പെർ പേഴ്സൺ 4000 rupees പ്ലസ് നമ്മൾ ഗൈഡിനൊക്കെ എടുക്കുകയാണെങ്കിൽ അഡീഷണൽ 3000 പേ ചെയ്യണം. അപ്പം അത് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയോണ്ട് ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അതിന് അഡീഷണൽ 300 കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് സജസ്റ്റ് ചെയ്തു മ്യൂസിയം മാത്രമാണെങ്കിൽ ആൽബർട്ട് ഹാൾ മ്യൂസിയം ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആൽബർട്ട് ഹാൾ വിസിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മസാല ചോക്കിലാണ് കയറിയത്. അതിന് പ്രത്യേകത പല വെറൈറ്റീസ്, രാജസ്ഥാനിലെ ഒത്തന്റിക് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പല സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്യാൻ പറ്റും. ആൽബർട്ട് ഹാൾ മ്യൂസിയം സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. അവിടെ നമ്മൾ മ്യൂസിയത്തിൽ കാണുന്ന പോലെ എല്ലാം ഇവരുടെ രാജാക്കന്മാർ ഉപയോഗിച്ച ഡ്രസ്സസ്, ഓർണമെന്റ്സ്, കോയിൻസ്, ഗൺസ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു 20 minutes നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ജയ്ഗഡ് ഫോർട്ട് വിസിറ്റ് ചെയ്തു. അത് വിക്ടറി ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നാർഗഡ് അമീർ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരിക്കലും ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിന്റെ വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് വീൽഡ് കാനൺ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അത് രാജാവ് ഒരു പ്രാവശ്യമേ യൂസ് ചെയ്തുള്ളൂ. അപ്പം 3 പേര് മരിച്ചുകൊണ്ട് പിന്നീട് ഇത് യൂസ് ചെയ്തില്ല. പിന്നെ അവിടുത്തെ വാട്ടർ സ്റ്റോറേജ് സിസ്റ്റവും ഭയങ്കര ഫേമസ് ആണ്. ജയ്ഗഡ് കഴിഞ്ഞ് ഞങ്ങൾ നാർഗഡ് വിസിറ്റ് ചെയ്തതിൽ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയുന്നതുകൊണ്ട് അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ Day 2 എൻഡ് ചെയ്തു. അപ്പോൾ Day 3 ഞങ്ങൾ പുഷ്കർ അജ്മേർ ഡേ ട്രിപ്പാണ് എടുത്തത്. 3 hours ഫ്രം ജയ്പൂർ ആണ് ഡിസ്റ്റൻസ്. പുഷ്കറും അജ്മേറും തമ്മിൽ ഒരു 15 kilometers ഡിഫറൻസേ ഉള്ളൂ. പുഷ്കറിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും: ബ്രഹ്മ ടെമ്പിൾ, സാവിത്രി മാത ടെമ്പിൾ ആൻഡ് പുഷ്കർ ലേക്ക്. അവിടെ ഗൈഡ്സ് അവൈലബിൾ ആണ്. പൂജ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സാവിത്രി മാത ടെമ്പിളിലേക്ക് ഒരു റോപ്പ് വേ എടുക്കണം, അല്ലാതെ നടന്നു കയറാൻ സ്റ്റെപ്സും ഉണ്ട്. റോപ്പ് വേക്ക് 150 per person ആണ് ചാർജ്. അപ്പോൾ രണ്ടും നല്ലൊരു ആംബിയൻസ് ആണ്. റിലീജിയസ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ എന്താണെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് പുഷ്കർ. പിന്നീട് ഞങ്ങൾ ചെയ്തൊരു ഫൺ അഡ്വഞ്ചറസ് കാര്യമായിരുന്നു ഡെസേർട്ട് സഫാരി. താർ ഡെസേർട്ടിന്റെ ബോർഡറിലായിട്ട് സാൻഡ് ഡ്യൂൺസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, ചുമ്മാ കുറച്ച് മണലുണ്ട്. അപ്പോൾ അതിൽ കൂടി ഒരു ഓഫ് റോഡിങ് ടൈപ്പ് ഒരു എക്സ്പീരിയൻസ്. പിള്ളേർക്ക് ഭയങ്കര ഫണ്ണായിരുന്നു. പക്ഷെ ബാക്ക് പ്രോബ്ലം ഉള്ളവരൊന്നും അത് എടുക്കാൻ പോകരുത്. അപ്പം അവിടെ അവർ കൊണ്ടുപോകും. അങ്ങനെ കുറച്ച് ചെല്ലുമ്പം അവരവിടെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുമ്പം അവിടെ ക്യാമൽ സഫാരീസും ATV റൈഡ്സ് ഒക്കെ ഉണ്ട്. അത് എക്സ്ട്രാ ചാർജ് ചെയ്ത് പേ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് 1 hour എടുക്കും അത്. പക്ഷെ ഒരു അഡ്വഞ്ചറസ് ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പുഷ്കറിൽ ഞങ്ങൾ പോയത് അജ്മീറിലേക്കാണ്. അജ്മീറിൽ അനാസാഗർ ലേക്ക് ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഇഷ്ടമുള്ളവർക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. പിന്നീട് ഞങ്ങൾ പോയത് അജ്മേർ ദർഗ കാണാനാണ്. മുസ്ലിംസിന്റെ ഒരു സീക്രട്ട് റിലീജിയസ് സൈറ്റ് ആണിത്. അങ്ങോട്ട് ഡയറക്റ്റ്ലി നമ്മുടെ വണ്ടിയിൽ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി സിറ്റി സെന്ററിൽ പാർക്ക് ചെയ്ത് ഒരു ഓട്ടോ എടുത്താണ് പോയത്. അവർ നമ്മളെ കുറേ നാരോ ലെയിൻസിലൂടെയൊക്കെ കൊണ്ടുപോയാണ് അവിടെ സ്ഥലത്ത് എത്തിച്ചത്. ഈവനിങ്ങിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് പ്രോപ്പർലി അത് കാണാൻ സാധിച്ചില്ല. സോ നിങ്ങളൊരു കൺവീനിയൻറ്റ് ടൈം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അജ്മീറും കൂടെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ജയ്പൂരിലോട്ട് വന്നു. അപ്പം പുഷ്കർ അജ്മീർ പ്രിലിമിനറി റിലീജിയസ് സൈറ്റ്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാരണം കൊണ്ട് പോകേണ്ടവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. Days 4 and 5 ഞങ്ങൾ രന്തപൂർ നാഷണൽ പാർക്ക് കാണാനാണ് പോയത്. അതെന്നൊരു ടൈഗർ റിസർവ്, കുറേ വൈൽഡ് ആനിമൽസ് ഉണ്ട്. റോയൽ ബംഗാൾ ടൈഗറാണ് അവിടുത്തെ ഹൈലൈറ്റ്. അപ്പം ജയ്പൂരിൽ നിന്നൊരു 175 kilometers, ഒരു 3.5 hours ആണ്. അപ്പം ടാക്സി നമ്മൾ അവിടെ കൊണ്ടുപോയി. അവിടെ ഹോട്ടലിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു. അപ്പം ഒരു 6000 ആണ്. ഇവിടെ നിന്ന് ഒരു ഡേ പോയി അവിടെ സ്റ്റേ ചെയ്ത് തിരിച്ച് പിറ്റേ ദിവസം റിട്ടേൺ നമ്മളെ കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ രന്തപൂർ നാഷണൽ പാർക്കിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റോയൽ ബംഗാൾ ടൈഗേഴ്സ് ആണ്. ഓൾമോസ്റ്റ് 70+ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ 20% ലാൻഡ് ഫോറസ്റ്റ് ആണ് നമുക്ക് ടൂറിസ്റ്റിന് ആക്സസിബിൾ ആയിട്ടുള്ളൂ. അതിനെ 10 zones ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് 5 zonesലാണ് കൂടുതലും മേജർ ഈ ടൈഗർ സ്പോട്ടിംഗ് നടക്കാറ്. 6 to 10 കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് 2 തരത്തിൽ ട്രിപ്സ് ഉണ്ട്. ഒന്ന് മോർണിംഗ്, ഒന്ന് ഈവനിങ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ക്യാൻറ്റർ സഫാരി എടുക്കാം, അല്ലെങ്കിൽ ജീപ്പ് സഫാരി എടുക്കാം. ക്യാൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 20 സീറ്ററാണ്. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 6 സീറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ ഈ രന്തപൂർ നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ഓൺലൈൻ വെബ്സൈറ്റ്സ് ഉണ്ട്. ഗവൺമെൻറ് വെബ്സൈറ്റ്. അത് 3 മാസം മുമ്പേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് പക്ഷേ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പം ഞങ്ങളൊരു ഓൺലൈൻ ഏജൻസി വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ അതും സോൾഡ് ഔട്ട് ആയിരുന്നു. പക്ഷേ അവർ പറഞ്ഞു കറൻറ്റ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിരിക്കും. അതിനകത്തൊരു 1000 ആണ് ആക്ച്വൽ ചാർജ്. പക്ഷേ 1500 കൊടുക്കാൻ പറഞ്ഞു പെർ പേഴ്സൺ. ഞങ്ങളത് ചെയ്തു. പിന്നെ ഒരു റിസ്ക് എടുത്ത് നമ്മൾ രന്തപൂരിലോട്ട് പോയി. അവിടെ ചെന്നപ്പം കറൻറ്റ് ബുക്കിങ്ങിൽ നമുക്കൊരു സ്ലോട്ട് കിട്ടി. ഈവനിങ് സ്ലോട്ടായിരുന്നു. 2:30 to 5:30 ഒരു 3 hour സഫാരിയാണ്, കമ്മ്യൂട്ട് ടൈം അടക്കം. അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടു, ചെറിയ വൈൽഡ് ആനിമൽസ്. പക്ഷേ നമ്മൾ ടൈഗറിനെ ലൊക്കേറ്റ് ചെയ്യാണ് മെയിനായിട്ട് കാണേണ്ടത്. ടൈഗറിനെ ആയിരുന്നു. പക്ഷെ അത് കാണാനിരുന്നതുകൊണ്ട് അവിടുത്തെ ഗൈഡ് പറഞ്ഞു വേണമെങ്കിൽ മോർണിംഗ് സ്ലോട്ടും കൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഏജൻസി വഴി ബുക്ക് ചെയ്ത് അത് ഫിൽഡ് ഔട്ടാണ്, സോൾഡ് ഔട്ട് ആണെന്ന് കാണിച്ചാലും രന്തപൂരിൽ പോയി അവിടെ ചെന്ന് ബുക്ക്
ചെയ്താൽ പിന്നെ ഗൈഡ്സിന് കുറച്ച് പൈസയൊക്കെ കൊടുത്താൽ അവർ നമുക്ക് ഇഷ്ടമുള്ള സോൺസൊക്കെ തരാൻ ട്രൈ ചെയ്യും. അപ്പം ഞങ്ങൾ 1 to 5 ഞങ്ങൾക്ക് വേണമായിരുന്നു. ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് 6th സോണിലാണ് കിട്ടിയത്. അവിടെ ഒന്നും സ്പോട്ട് ചെയ്യാതിരുന്നതുകൊണ്ടും പ്രോബബിലിറ്റി കൂടുതൽ 1 to 5 ആയതുകൊണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് ഫസ്റ്റ് സോണാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. 1 to 5 ഏത് വേണമെങ്കിലും സ്ലോട്ട് നമുക്ക് കിട്ടാം. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് സോൺ കിട്ടിയപ്പം നല്ലതായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ മോർണിംഗ് സ്ലോട്ടിൽ പോയി. 7 o'clock ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്, 7 to 10. പക്ഷേ അതിനകത്ത് നമ്മൾ ഒരു ടൈഗേഴ്സിനെ സ്പോട്ട് ചെയ്തില്ല, ഒരു ആനിമൽസിനെയും കുറച്ച് ഡിയേഴ്സ് ആൻഡ് സാമ്പാർ ഡിയേഴ്സിനെ മാത്രമേ കണ്ടുള്ളൂ, പിന്നെ ഒരു ക്രൊക്കഡൈലിനെയും കണ്ടു. അങ്ങനെ ഞങ്ങളുടെ 2 ഇതും കഴിഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 10,000 rupees ഞങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡായി. പിന്നെയും ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ 2,000 കൊടുത്താൽ ജിപ്സിയിൽ അവർ ഇഷ്ടമുള്ള സോണിൽ കൊണ്ടുപോകാമെന്നൊക്കെ. പിന്നെ ഞങ്ങളൊരു റിസ്ക് എടുക്കാൻ നിന്നില്ല, കാരണം ആരും ഞങ്ങളുടെ മോർണിംഗ് സ്ലോട്ടിൽ ടൈഗറിനെ സ്പോട്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഈവനിങ്ങിൽ സോൺസ് 2 and 3 സോൺ 4 കുറച്ച് പേര് സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അപ്പം 2, 3, 4 ആണ് ഇപ്പം മേജർലി സൈറ്റിംഗ് ഉള്ളത്. ഞങ്ങൾ രന്തപൂരിൽ നിന്ന് അങ്ങനെ തിരിച്ച് ജയ്പൂർ എത്തി. അപ്പോൾ ജയ്പൂരിൽ ഷോപ്പിംഗിന് പറ്റിയ സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. ഷൂസും പിന്നെന്താ ഡ്രസ്സസ്, ക്ലോത്ത്സ്, ഇവിടുത്തെ സാരി, മഹാറാണി സിൽക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഓൾഡ് സിറ്റി തന്നെയുള്ള ഒരു ബാപ്പു ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിങ്ങിനായിട്ട് പോയത്. ഒത്തിരി കടകളുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു, അത്രമാത്രം. നമ്മുടെ ഒരു 10 ബ്രോഡ്വേയുടെ അത്രയും കടകളുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ആദ്യം ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് കാണുന്ന കടയിൽ കയറി ഒരു സാധനം വാങ്ങിക്കരുത്. പിന്നെ ഈ സെയിം സാധനം തന്നെ എല്ലാ കടയിലും ഓൾമോസ്റ്റ് സിമിലർ ഐറ്റംസ് കാണും. പിന്നെ ഒരു പറയുന്ന പ്രൈസിൻ്റെ നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് ഹാഫ് ദ പ്രൈസിൽ നിന്ന് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇവർ ഭയങ്കര റെഡ്യൂസ് ചെയ്തിട്ട്, നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമ്മൾ 100-200 രൂപയായിരിക്കും കുറച്ച് നോക്കുന്നത്. പക്ഷേ ഈ സെയിം സാധനം വേറെ കടയിൽ അതിൻ്റെ പകുതി പ്രൈസിൽ കാണും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ 2 അബദ്ധം പറ്റി. അപ്പം അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് വേണം, ബാർഗെയിൻ ചെയ്ത് വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ. ഒത്തിരി കടകളുണ്ട്. അത് ഷൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും, സ്റ്റോൾസ് ആണെങ്കിലും, ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും, അങ്ങനെയുള്ള കുഷൻ കവേഴ്സ് ആണെങ്കിലും, ക്ലോത്ത്സ് ആണെങ്കിലും, സാരീസ് ആണെങ്കിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ലാസ്റ്റ് അല്പം വൈകിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ചോക്കിദാനി ആൻഡ് പത്രിക ഗേറ്റ് ആയിരുന്നു അന്ന് പ്ലാൻഡ്. പത്രിക ഗേറ്റ് ജയ്പൂരിലെ ഒരു ഫോട്ടോജെനിക് സ്പോട്ട്സിലൊന്നാണ്. നല്ല സിമെട്രിക്കൽ ആർച്ചസും രാജസ്ഥാൻ കൾച്ചർ ഹാൻഡ് ഡ്രോൺ ആർട്ടിലൂടെ മനോഹരമാക്കിയിരിക്കുന്ന കോറിഡോഴ്സും പത്രിക ഗേറ്റിനെ ഫേമസ് ഫോട്ടോ സ്പോട്ട് ആക്കുന്നു. പിന്നെ ഫ്രീ എൻട്രി കൂടിയാണ് ഇങ്ങോട്ട്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ചോക്കിധാനിയിലേക്കാണ്. ജയ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കൾച്ചറൽ വില്ലേജ് എക്സ്പീരിയൻസ്. 1989 ജയ്പൂരിൽ ആരംഭിച്ച ഈ കോൺസെപ്റ്റ് ഇന്ന് ഇന്ത്യ മുഴുവൻ കാണാം. അകത്ത് കയറുന്ന നിമിഷം തന്നെ നല്ലൊരു ട്രഡീഷണൽ രാജസ്ഥാനി വില്ലേജിലേക്ക് പ്രവേശിച്ചൊരു ഫീലാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് ഒത്തന്റിക് രാജസ്ഥാനി താലി, വായിൽ വെള്ളം ഊറുന്ന ദാൽ ബാട്ടി ചുർമ, ഒത്തന്റിക് രാജസ്ഥാനി ഫുഡ് ആൻഡ് സ്വീറ്റ്സ്. എൻട്രി പ്ലസ് അൺലിമിറ്റഡ് ഡിന്നർ താലിക്ക് ഫോർ അഡൽട്സ് 1,100, ഫോർ ചിൽഡ്രൻ 650 rupees. ഇവിടെ രാജസ്ഥാനി കൾച്ചർ കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഖൽബേലിയ ഡാൻസ്, ഫോക്ക് മ്യൂസിക്, മാജിക് ഷോസ്, കട്ട്പുത്ലി അല്ലെങ്കിൽ പപ്പറ്റ് ഷോ പോലുള്ള ലൈവ് പെർഫോമൻസസും കാണാം. മറ്റൊരു കാര്യം, ഇവിടെ ക്യാമൽ റൈഡ്, എലിഫന്റ് റൈഡ്, ഹോഴ്സ് റൈഡ്, മെഹന്തി ആർട്ട്, ഇങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ട്. ഈ ആക്ടിവിറ്റീസിനൊക്കെ വെറും 20 to 50 rupees വരെ ഉള്ളൂ. സോ ഞങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം മച്ച് റീസണബിൾ ആണ് കമ്പയർഡ് ടു അതർ ടൂറിസ്റ്റ് സ്പോട്ട്സ്. അല്ലെങ്കിൽ 1000 രൂപയൊക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ആഫ്റ്റർ മച്ച് ബാർഗെയിനിങ് വാങ്ങിയത് ഫോർ ക്യാമൽ റൈഡ്. ശരിക്കും എല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ ബൈ ഈവനിങ് 6 എങ്കിലും ഇവിടെ എത്തണം. ഒരു 3 to 4 hours ആണ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തത്. ജയ്പൂരിൽ എത്തുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 7 days ഐറ്റിനറി ടു ജയ്പൂർ ആണ് ഇവിടെ ഷെയർ ചെയ്തത്. ഒരു 3 days വേണമെങ്കിൽ ജയ്പൂർ കവർ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റും ജയ്പൂരിൽ നിന്ന് തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ജയ്പൂരിൽ നിന്ന് ജയ്സൽമേർ പോകാം. കുറച്ചും കൂടെ നല്ലൊരു ഡെസേർട്ട് എക്സ്പീരിയൻസ് ഒക്കെ അവിടെയാണ് കിട്ടുക. അതിനുശേഷം ജോധ്പൂർ പിന്നെ ഉദയ്പൂരിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലൈ ഔട്ട് ചെയ്യാം. പക്ഷേ ഇതിനൊരു 10 to 12 days വേണ്ടി വരും, കാരണം ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യാനുള്ളത് കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സോ ഹാവ് എ നൈസ് ട്രിപ്പ് ടു രാജസ്ഥാൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.